ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് വാർഡുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. യൂഷ്വലി MOH ഇൻ്റർവ്യൂസിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് TPN അഥവാ ടോട്ടൽ പേരന്റൽ ന്യൂട്രീഷൻ എന്നുള്ളത്. നമ്മൾ എപ്പോഴെങ്കിലും ടോട്ടൽ പേരന്റൽ ന്യൂട്രീഷൻ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. ഒരു മെഡിക്കൽ വാർഡ് നഴ്സിനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും പേരും TPN അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കും. അപ്പം നമുക്കറിയാം TPN സെൻട്രലി നമുക്ക് കൊടുക്കാം, അതേപോലെ തന്നെ പെരിഫറലിയും കൊടുക്കാം. രണ്ട് റൂട്ടിലും നമുക്ക് TPN അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ ബേസിക് കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതിനകത്തിലെ ബേസിക് കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് TPN കണ്ടന്റ്സ് വാട്ടർ ഓർ ഫ്ലൂയിഡ്, അമിനോ ആസിഡ്സ്, ഗ്ലൂക്കോസ്, ലിപ്പിഡ്സ്, essential fatty acids, electrolytes, minerals and vitamins. TPN അഡ്മിനിസ്ട്രേഷനിൽ നഴ്സസിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അസെപ്റ്റിക് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ TPN അഡ്മിനിസ്ട്രേഷൻ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസും വരാനുള്ള സാധ്യതയുണ്ട്. TPN അഡ്മിനിസ്ട്രേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ടീംസ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലിനീഷ്യൻ ഉണ്ടായിരുന്നിരിക്കും, അതായത് നമ്മുടെ ഡോക്ടർ ഉണ്ടായിരുന്നിരിക്കും. അതേപോലെ തന്നെ ഫാർമസിസ്റ്റ്, ഡയറ്റീഷ്യൻ, ന്യൂട്രീഷൻ നഴ്സ് സ്പെഷ്യലിസ്റ്റ്, ഇത്രയും പേരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടായിരിക്കും TPN അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യുന്നതും അതേപോലെ തന്നെ ഇതിന്റെ ത്രൂ ഔട്ട് മോണിറ്റർ ചെയ്യുന്നതും ഈ ഒരു ഹെൽത്ത് കെയർ ടീം ആയിരിക്കും. ഇത് നമ്മുടെ സാധാരണ മെഡിസിൻസ് പോലെയല്ല. TPN അഡ്മിനിസ്ട്രേഷനിൽ ഒരു പ്രത്യേക ഫോം നമ്മൾ ഫില്ല് ചെയ്യുകയും ആ ഫോമാണ് നമ്മൾ ഫാർമസിയിൽ കൊടുത്തുവിടുന്നതും. അപ്പം അതുകൊണ്ട് ആ ഫോം ഫില്ല് ചെയ്യുന്നതും അതേപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നതും ക്ലിനീഷ്യൻ ആയിരിക്കും. അതേപോലെ തന്നെ ഫാർമസിയിൽ നമ്മൾ വിട്ട് കഴിയുമ്പോൾ ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അതിന്റെ പ്രിപ്പറേഷൻസും അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നും നമ്മൾ എങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിറ്റർമൈൻ ചെയ്ത് നമ്മുടെ വാർഡിലേക്ക് എത്തിക്കുന്നത് ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും. അപ്പം ഫാർമസിസ്റ്റിന്റെ റോളും ഇതിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഡയറ്റീഷ്യൻ ഇത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുകയും വേണ്ട അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. ഈ ന്യൂട്രീഷൻ നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും കാത്തീറ്റർ കെയറും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങളിലും എല്ലാം ഫോക്കസ് ചെയ്യുന്നത്. TPN അഡ്മിനിസ്ട്രേഷനിൽ നഴ്സസ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. TPN ബാഗ് നമ്മളെപ്പോഴും ക്ലൗഡിനെസ്, വിസിബിൾ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫാറ്റ് ലെയറിംഗ് ആയിട്ടുള്ള ലിപ്പിഡ് അഗ്രിഗേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എപ്പോഴും ഒബ്സർവ് ചെയ്യണം. അതേപോലെ തന്നെ സ്ട്രിക്റ്റ് അസെപ്റ്റിക് ടെക്നിക്സ് ഫോളോ ചെയ്യുകയും റെഗുലറായിട്ട് കത്തീഡർ സൈറ്റ് മോണിറ്റർ ചെയ്യുകയും ചെയ്യണം. എന്തെങ്കിലും സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടോ, എക്സാമ്പിൾ റെഡ്നസ്, സ്വെല്ലിംഗ്, ഡിസ്ചാർജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. റെഗുലറായിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് മോണിറ്റർ ചെയ്യുകയും അതേപോലെ തന്നെ ആവശ്യമെങ്കിൽ ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യാനും കഴിയുന്നതാണ്. ഗ്ലൂക്കോസിന്റെ റിസൾട്ട് നോക്കിയതിനു ശേഷം TPNൽ നമ്മൾ ഡെക്സ്ട്രോസിന്റെ കോൺസെൻട്രേഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. TPN ഒരിക്കലും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. TPN പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഗ്രാജുവലി മാത്രമേ TPN ടേപ്പർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. സിറം ഇലക്ട്രോലൈറ്റ്സ് എപ്പോഴും മോണിറ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ലാബ് റിസൾട്ട് അനുസരിച്ച് നമുക്ക് TPN കോമ്പോസിഷനിൽ മാറ്റം വരുത്താവുന്നതാണ്. TPN അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് ഡെയിലി ഫ്ലൂയിഡ് ബാലൻസ് നമ്മൾ എസ്പെഷ്യലി മോണിറ്റർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എക്സാമ്പിൾ ഇൻടേക്ക് ഔട്ട്പുട്ട്, അതേപോലെ തന്നെ എന്തെങ്കിലും ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടോ, ഡീഹൈഡ്രേഷൻ ഉണ്ടോ എന്ന് നോക്കണം. മാൽനറിഷ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് TPN സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ സ്ലോലി ആയിരിക്കണം. പിന്നീട് ഇത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്തെങ്കിലും റീഫീഡിംഗ് സിൻഡ്രോമിന്റെ സൈൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മോണിറ്റർ ചെയ്യണം. ഡെയിലി LFT മോണിറ്റർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. LFT റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ലിപ്പിഡ് കോൺസെൻട്രേഷനിലും മാറ്റം വരുത്താവുന്നതാണ്. കത്തീഡർ സൈറ്റ് ഒബ്സർവ് ചെയ്യുക, എന്തെങ്കിലും ത്രോംബോസിസ് ഉണ്ടോ എന്ന് നോക്കുക. അതേപോലെ തന്നെ ആന്റി കൊയാഗുലേഷൻസ് കറക്റ്റായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. TPN അഡ്മിനിസ്ട്രേഷൻ നഴ്സസിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻ അഡീഷൻ ടു ദിസ്, അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിലും ഉപരിയായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TPN പോകുന്ന പേഷ്യൻസിന് നമ്മൾ റെഗുലറായിട്ടും ബ്ലഡ് സാമ്പിൾസ് മോണിറ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നത് ഒരു പക്ഷേ പേഷ്യന്റിന് സെൻട്രൽ ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു പോർട്ട് യൂസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ TPN പോകുന്ന പോർട്ട് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ഡിഫറെന്റ് ലൂമൻ മാത്രമേ
ബ്ലഡ് കളക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് CVP ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൂമൻ ഉണ്ടാവും. അതും ഈ TPN പോർട്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ടായിരിക്കണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ലോങ് ടേം ആയിട്ട് TPN കിട്ടുന്ന ചില പേഷ്യൻസിന് മെറ്റബോളിക് ബോൺ ഡിസീസസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഓസ്റ്റിയോപോറസിസ്, ഓസ്റ്റിയോമൈലൈറ്റിസ്, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ബോൺ ഡെൻസിറ്റി ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. മെഡിക്കൽ വാർഡ് നഴ്സസ് മിക്കവാറും ഫേസ് ചെയ്യാനുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ചെസ്റ്റ് സ്ട്രെയിനെ പറ്റിയിട്ടുള്ളത്. അതായത് ചെസ്റ്റ് സ്ട്രെയിൻ്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് ഓൾറെഡി അറിയാം ചെസ്റ്റ് സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ന്യൂമോതൊറാക്സ് ഉള്ള കേസസിൽ, അതേപോലെ തന്നെ ലങ് കൊളാപ്സ് ഉള്ളപ്പോൾ, പിന്നെ ഒരുപാട് പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ അത് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ചില പോസ്റ്റ് ഓപ്പറേറ്റീവ് കേസസിൽ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെസ്റ്റ് സ്ട്രെയിനെ യൂസ് ചെയ്യുന്നത്. ഒരു ചെസ്റ്റ് സ്ട്രെയിൻ ഉള്ള പേഷ്യന്റിന് നമ്മൾ എപ്പോഴും കൺഫർമേഷൻ ചെയ്യേണ്ടത് എക്സ്റേ എടുത്തിട്ടായിരിക്കണം. ആക്സിഡന്റലി ചെസ്റ്റ് സ്ട്രെയിൻ റിമൂവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി പ്രഷർ അപ്ലൈ ചെയ്യുകയും അതേപോലെ തന്നെ പെട്രോളിയം ഗോസ് അപ്ലൈ ചെയ്ത് അത് ഡ്രസ്സിങ് ചെയ്ത് കവർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ പോസ്റ്റ് സ്ട്രെയിൻ റിമൂവലിന് ശേഷമാണെങ്കിലും ആക്സിഡന്റൽ റിമൂവലിന് ശേഷമാണെങ്കിലും ആ സൈറ്റ് ഒബ്സർവ് ചെയ്യുകയും അത് എന്തെങ്കിലും സൈൻസ് ഓഫ് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി നോട്ടിഫൈ ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെസ്റ്റ് സ്ട്രെയിൻ ഉള്ള പേഷ്യൻസിന്റെ ബെഡ് സൈഡിൽ യൂഷ്വലി കീപ്പ് ചെയ്യേണ്ടത് 2 ക്ലാംപ്സ് എപ്പോഴും ഉണ്ടായിരുന്നിരിക്കണം. അതേപോലെ തന്നെ 2 സക്ഷൻ ഔട്ട്ലെറ്റ്സും നമ്മൾ എപ്പോഴും ബെഡ് സൈഡിൽ കരുതുന്നത് വളരെ അത്യാവശ്യമാണ്. ഒരു സക്ഷൻ ഔട്ട്ലെറ്റ് നമുക്ക് ഡ്രെയിനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, മറ്റേത് എന്തെങ്കിലും എയർവേ കോംപ്രമൈസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 സക്ഷൻ ഔട്ട്ലെറ്റ്സും പേഷ്യന്റിന്റെ ബെഡ് സൈഡിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ചെസ്റ്റ് സ്ട്രെയിൻ ഉള്ള പേഷ്യൻസിന്റെ നഴ്സസ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സൈറ്റ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും സ്കിൻ റെഡ്നെസ്സോ സ്വെല്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും സൈൻസ് ഓഫ് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് ഇമ്മീഡിയറ്റ്ലി നോട്ടിഫൈ ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ഡ്രെയിനേജസ് വരുന്നുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ അത് ക്ലാമ്പ് അല്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. ഔട്ട്പുട്ട് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിന് സഡനായിട്ട് എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടായാലോ അല്ലെങ്കിൽ ഒരുപാട് ഒന്നുകിൽ സ്റ്റോപ്പ് ആയി പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ഒരുപാട് റെഡ്യൂസ് ആവുന്ന അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഫിസിഷ്യനെ അത് നോട്ടിഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അതേപോലെ തന്നെ വാട്ടർ ചേമ്പറിലെ മൂവ്മെന്റ്സ് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. പേഷ്യൻസിനെ അസസ് ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റൽ സൈൻസ് മോണിറ്ററിങ്, എസ്പെഷ്യലി BP, ഹാർട്ട് റേറ്റ്, സാച്ചുറേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ 4 hourly ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ സ്യൂച്ചർ കറക്റ്റായിട്ടാണോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കണം. കണക്ഷൻസ് എല്ലാം സെക്യൂർ ആയിട്ടാണോ ഇരിക്കുന്നത്, എന്തെങ്കിലും ലൂസ് ഉണ്ടോ, അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കേണ്ടതാണ്. അതേപോലെ തന്നെ സക്ഷൻ കൃത്യമായിട്ടാണോ, അതിന്റെ കറക്റ്റ് പ്രഷറിലാണോ ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെസ്റ്റ് സ്ട്രെയിൻ ഇൻസെഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ട്യൂബിങ്ങിൽ എന്തെങ്കിലും കിങ്ക് ഉണ്ടോ, എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ഒരിക്കലും നമ്മൾ എബോവ് ചെസ്റ്റ് ലെവലിലോട്ട് അത് ലിഫ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഡ്രെയിൻ എപ്പോഴും അത് ബിലോ ചെസ്റ്റ് ലെവലിലായിരിക്കണം ഉണ്ടായിരുന്നിരിക്കേണ്ടത്. അപ്പം നമ്മൾ ആ കണക്ഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ടാണോ എന്ന് നോക്കി ബിലോ ചെസ്റ്റ് ലെവലിൽ തന്നെ ഡ്രെയിൻ എപ്പോഴും മാക്സിമം കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അൺനെസസറി ആയിട്ട് ക്ലാമ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക. ചെസ്റ്റ് സ്ട്രെയിൻ ഉള്ള പേഷ്യൻസിന് മിക്കവാറും പേർക്കും പെയിൻ ഉണ്ടായിരുന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ പെയിൻ റിലീഫ് പ്രോപ്പറായിട്ട് പേഷ്യൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മെഡിക്കേഷനിൽ ചെക്ക് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഇൻഫോം ചെയ്ത് ഒരു പെയിൻ മെഡിക്കേഷൻ റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എസ്പെഷ്യലി നമ്മൾ പേഷ്യൻ്റെ മൂവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിന് പെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. ചില സമയത്ത് ഡോക്ടേഴ്സ് നമ്മളോട് അഡ്വൈസ് ചെയ്യാറുണ്ട് മിൽക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. മിൽക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റോളർ ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ട്യൂബിൽ മിൽക്കിംഗ് ചെയ്യാറുണ്ട് സാധാരണയായിട്ട് ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഡോക്ടേഴ്സിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ മിൽക്കിംഗ് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം പെയിനും അതേപോലെ ടിഷ്യൂ ട്രോമ, ബ്ലീഡിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോക്ടറിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. സക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമല്ല. കാരണം സക്ഷനും ഇതേപോലെ തന്നെ ടിഷ്യൂ ട്രോമ ഉണ്ടാക്കാനുള്ള വളരെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് അനുസരിച്ചിട്ട് അവർ പറയുന്ന പ്രഷറിൽ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. വാട്ടർ സീൽ എപ്പോഴും 2 centimeter മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്.
അതുപോലെ തന്നെ ഡ്രെയിനേജിന്റെ കളറും കൺസിസ്റ്റൻസിയൊക്കെ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യണം. എന്തെങ്കിലും ക്ലൗഡിനെസ്സോ സയൻസ് ഓഫ് ഇൻഫെക്ഷനോ നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറിനെ ഇൻഫോം ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് സാമ്പിൾ കളക്ട് ചെയ്തത് കൾച്ചർ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. നോൺ ഇൻവസീവ് വെന്റിലേഷൻ അഥവാ NIV, ബൈപ്പാപ്പ് എല്ലാം ഇതിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മെഡിക്കൽ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മുടെ നഴ്സസ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ എക്യുപ്മെൻറ്റിൻ്റെ അതായത് NIVയുടെ പാർട്സ് കൃത്യമായിട്ട് പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ മാസ്ക് അവർക്ക് കംഫർട്ടബിളായിട്ട് ഫിറ്റ് ആണോ എന്നുള്ള കാര്യം നോക്കണം. ബ്രീത്തിങ് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് വെന്റിലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ബ്രീത്ത് ചെയ്യുന്ന കാര്യം അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഇനിഷ്യൽ സെറ്റിങ്സ് അവരുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടും ഫീഡ്ബാക്ക് തരാൻ വേണ്ടിയിട്ടും നമ്മൾ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. നോൺ ഇൻവസീവ് വെന്റിലേഷന് കുറച്ച് കോംപ്ലിക്കേഷൻസ് യൂഷ്വലി ഒക്കർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ഫേഷ്യൽ പ്രഷർ ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കവറിങ്സ് ഒക്കെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഐ ഇറിറ്റേഷൻ ഉണ്ടാവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഈ മാസ്ക് കറക്റ്റായിട്ടല്ല ഫിറ്റ് എന്നുണ്ടെങ്കിൽ ലീക്ക് ഉണ്ടാവാനും ഐസിന് ഇറിറ്റേഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മാസ്കിൻ്റെ ഫിറ്റിംഗ് പ്രോപ്പർ ആണോ എന്നുള്ള കാര്യവും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മൂന്നാമതായിട്ട് റിറ്റൻഷൻ ഓഫ് സെക്രീഷൻ. ഒരു ഫുൾ ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കഫ് ചെയ്യാനും എയർവേ ക്ലിയർ ചെയ്യാനും പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് റിറ്റൻഷൻ ഓഫ് സെക്രീഷനും ഇതിൻ്റെ വളരെ വലിയൊരു കോംപ്ലിക്കേഷൻ ആണ്. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സെപ്സിസിനെ പറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഇൻഫെക്ഷനോടുള്ള ഒരു ലൈഫ് ത്രെട്ടനിങ് റെസ്പോൺസ് ആണ് സെപ്സിസ് എന്ന് പറയുന്നത്. ഇതുമൂലം ടിഷ്യൂ ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതേപോലെ ഓർഗൻ ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഈവൻ ഡെത്ത് വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. 4 types of infections are associated with sepsis: lung infection, urinary tract infection, skin infection and gut infection. സെപ്സിസിന്റെ ടേക്ക് 3 ഓപ്ഷൻസ് ആണ് അപ്രോപ്രിയേറ്റ് കൾച്ചർ എടുക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ FPC ഫുൾ ബ്ലഡ് കൗണ്ട്, അതേപോലെ ലാക്റ്റേറ്റ് എടുക്കുക, അവർലി ആയിട്ടുള്ള യൂറിൻ ഔട്ട്പുട്ട് മോണിറ്റർ ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് സെപ്സിസിൽ നമ്മൾ മെയിനായിട്ടും കളക്ട് ചെയ്യുന്നത്. സെപ്സിസിന്റെ ഗീവ് 3 ഓപ്ഷൻസ് ആണ് ഓക്സിജൻ, IV ഫ്ലൂയിഡ്സ്, IV ആന്റിബയോട്ടിക്സ്. ഇത് 3ഉമാണ് നമ്മൾ മെയിൻലി സെപ്സിസ് ആയിട്ടുള്ള പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നഴ്സസിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ പേഷ്യന്റിനെയും ഫാമിലിക്കും വേണ്ട ഹെൽത്ത് എഡ്യൂക്കേഷൻസ് നമ്മൾ കൊടുക്കണം ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ സെപ്സിസിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് ഏർലി ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. നമ്മൾ ആക്ട് ഫാസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യണം. എന്തൊക്കെയാണ് അതിന്റെ കോസസ് എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ആന്റിബയോട്ടിക്സ് കൊടുക്കേണ്ടതാണെങ്കിൽ അത് കൊടുക്കാം. അതേപോലെ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യേണ്ട കേസിൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യണം. മെഡിക്കൽ കെയറും പ്രോംപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ആന്റിബയോട്ടിക്കിന്റെ എഫക്റ്റീവ്നെസ് എപ്പോഴും നമ്മൾ റീഅസസ് ചെയ്യും. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം അതുവരേക്കും ബൈ ബൈ.